Everything here is a snake, some bite and some get bitten. തിഹാർ എന്നും ക്യൂരിയസ് ആയ സ്പേസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രിസൺ. പ്രധാനപ്പെട്ട കുറ്റവാളികൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ലാർജസ്റ്റ് മിസ്റ്ററി ബോക്സ്. തിഹാറിനെ കുറിച്ച് പുറംലോകം അറിയുന്ന കഥകൾക്കും മുകളിൽ ഇനിയും കുറേ ചോദ്യങ്ങൾ ബാക്കിയില്ലേ? നിങ്ങൾക്കുമില്ലേ തിഹാറിനെ കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റി? എൺപതുകളുടെ തുടക്കത്തിൽ തിഹാറിൽ പുതിയ ASP ആയി ജോയിൻ ചെയ്യുന്ന സുനിൽ ഗുപ്തയുടെ POVയിലാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഒരു ജയിലറാകണമെന്നത് അദ്ദേഹത്തിന്റെ പാഷനോ സ്വപ്നമോ ആയിരുന്നില്ല. പക്ഷേ ഉപജീവനത്തിന് വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്ത ഈ ജോലി തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തു. കാഴ്ചയിൽ അത്ര പവർഫുൾ അല്ലാത്ത, പലരും ബുള്ളി ചെയ്തിരുന്ന, എന്നാൽ തിഹാർ ജയിലിന്റെ ടൈം ലൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയുമായ സുനിൽ ഗുപ്തയുടെ തിഹാർ എൻകൗണ്ടേഴ്സ് ആണ് വിക്രമാദിത്യ മോട്ട്വാനിയുടെ നെറ്റ്ഫ്ലിക്സ് സീരീസായ ബ്ലാക്ക് വാറന്റ്. എന്തുകൊണ്ട് താങ്കൾ ഈ ജോലി തിരഞ്ഞെടുക്കുന്നു എന്ന ഇന്റർവ്യൂ ബോർഡിന്റെ ചോദ്യത്തിൽ തുടങ്ങി എന്തുകൊണ്ട് ഈ ജോലി എന്നതിനുള്ള ഉത്തരം 7 എപ്പിസോഡുകളിലായി ബ്ലാക്ക് വാറന്റ് പറഞ്ഞു വെക്കുന്നു. സീക്രട്ട് ഗെയിംസ് പോലെ ഒരു ഐക്കണിക് സീരീസിന് ശേഷം കറപ്ഷൻ തന്നെയാണ് മോട്ട്വാനി ഇവിടെയും തിരഞ്ഞെടുത്തിട്ടുള്ളത്. ജയിലിനകത്തെ ത്യാഗി ഗ്യാങ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ, അവർ നടത്തുന്ന മദ്യ കച്ചവടം, ഡ്രഗ് ഡീലുകൾ, അവർക്ക് മുന്നിൽ സബോർഡിനേറ്റായി നിൽക്കുന്ന ജയിലിലെ ഓഫീസർമാർ തുടങ്ങി വ്യത്യസ്ത പ്ലോട്ടുകളും സബ് പ്ലോട്ടുകളും ബ്ലാക്ക് വാറന്റിനെ സീരീസ് ആക്കുന്നുണ്ട്. ബ്ലാക്ക് വാറന്റ് കൺഫെഷൻസ് ഓഫ് എ തിഹാർ ജയിലർ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഈ സീരീസ് ഒരുക്കിയിരിക്കുന്നത്. തിഹാർ ജയിലിനകത്തെ പുറംലോകം അറിയാത്ത പല രഹസ്യങ്ങളും ഈ പുസ്തകത്തിന്റെ USP ആയിരുന്നു, അതുപോലെ തന്നെ സീരീസിന്റെയും. തിഹാറിന്റെ ഓരോ മുക്കും മൂലയും പേടിപ്പിക്കും വിധം ഹോണ്ടിങ് ആണെന്ന് ഈ സീരീസ് കാണിച്ചു തരുന്നുണ്ട്. ചാൾസ് ശോഭരാജ് പോലെയുള്ള, രംഗബില്ല വധശിക്ഷ പോലെയുള്ള പല റിയൽ ലൈഫ് ഇവന്റുകളും ബ്ലാക്ക് വാറന്റിന്റെ ഭാഗമാണ്. ക്യൂരിയോസിറ്റി ബിൽഡിംഗിൽ സക്സസ് റേറ്റ് ഹൈ ആണ്. സിംഗിൾ ക്യാരക്ടർ ഫോളോയിങ് ആയതുകൊണ്ട് തന്നെ എക്സൈറ്റ്മെന്റും എവിടെയും ചോർന്നു പോകുന്നില്ല. എങ്കിലും അത്ര ഈസി വാച്ചല്ല ബ്ലാക്ക് വാറന്റ്. ഇന്ത്യയിലെ മുതിർന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റും എഴുത്തുകാരനുമായ ജോസി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കോൺഫ്ലുവൻസ് മീഡിയയാണ് സീരീസിന്റെ നിർമ്മാതാക്കളിൽ ഒരാൾ. ജോസി ജോസഫ് സീരീസിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമാണ്. ഉറപ്പായും സമയം മാറ്റിവെക്കാം. കേട്ട കഥകളിലെ തിഹാർ സത്യമാണോ മിഥ്യയാണോ എന്ന് കണ്ടറിയാം. ഗീവ് ഇറ്റ് എ വാച്ച്.